അപ്പോൾ കലോത്സവത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മനോഹരങ്ങളായിട്ടുള്ള ഓർമ്മകളാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ നിൽക്കുന്നത് വിമൻസ് കോളേജിലാണ്, ഗവൺമെൻറ് വിമൻസ് കോളേജ് തിരുവനന്തപുരത്താണ്. ഞങ്ങളുടെ പൂർവ്വ കലാലയമാണ്. ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും പരിചിതരായിട്ടുള്ളവരുമുണ്ട്. ഇതിൽ ഞങ്ങളുടെ അന്നത്തെ ടീം കൂടിയാണ്. കാരണം വിമൻസ് കോളേജിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് അത് സ്കിറ്റ്, മൈം, ഡാൻസ്, അങ്ങനെ ഒരു വലിയ ഓർമ്മകളുടെ പുതുക്കൽ കൂടിയാണ് ഇവിടെ സംഭവിച്ചത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഓർക്കുന്ന ഈ ഓഡിറ്റോറിയം പൂർത്തീകരിച്ചപ്പോൾ അന്ന് യശസ്വരീനായ ശ്രീ KR നാരായണൻ അദ്ദേഹമാണ് അന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അന്നത്തെ ദിവസം നമ്മുടെ ഒരു സെമി ക്ലാസിക്കൽ നൃത്ത ഇനം അവതരിപ്പിച്ചതൊക്കെ ഓർക്കുന്നു. അപ്പോൾ ഒരുപാട് സ്മരണകളുണ്ട്. പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ചിലങ്കയുടെ ശബ്ദം കേൾക്കുമ്പോഴും ഇവിടെ കർട്ടൻ ഉയരുമ്പോഴും ആ ചെസ് നമ്പർ വിളിക്കുമ്പോഴും ഒക്കെ തീർച്ചയായിട്ടും യുവജനോത്സവത്തിൽ പങ്കെടുത്തവരെയും അതോടൊപ്പം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷമുള്ള ഓർമ്മയാണ്. ഇപ്പോഴുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് ലഭിക്കുന്ന, അതായത് നമ്മളുടെ എല്ലാ കുഞ്ഞുങ്ങളും ടാലൻറ്റഡ് ആണ്. എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയ അവസരങ്ങൾ കൂടിയാണ് ഈ കലോത്സവ വേദികൾ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമ്മർദ്ദങ്ങൾക്കൊന്നും അടിപ്പെടരുത്, സമ്മർദ്ദങ്ങൾക്ക് കുഞ്ഞുങ്ങളെ അടിപ്പെടുത്തരുത് എന്നാണ് നമ്മൾ മുതിർന്ന ലോകത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവരെ ആഘോഷിക്കട്ടെ, അവരുടെ ടാലൻറ്റിനെ, അവരുടെ പ്രതിഭയെ, അവരുടെ സന്തോഷത്തെ. അവർ ഓരോ വേദിയിലും ഒത്തിരി ടെൻഷനും എന്ത് സംഭവിക്കും അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. ലെറ്റ് ദം സെലിബ്രേറ്റ്, അവരെ ആഘോഷിക്കട്ടെ, കലയെ ആഘോഷിക്കട്ടെ, അതാണ് പറയാനുള്ളത്. താങ്ക് യു. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ നമ്മൾ ലിസ്റ്റ് തന്നിരുന്നു. എല്ലാ വേദികളിലും നമുക്ക് ആ വേദികളിൽ ലിസ്റ്റിനനുസരിച്ചുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അല്ല, അതൊക്കെ പ്രത്യേകം നോക്കും. അതൊന്നും കലോത്സവമായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. അത് പ്രത്യേകമായിട്ട് എന്താണെന്ന് പരിശോധിക്കേണ്ടതാണെങ്കിൽ പരിശോധിക്കും. കലോത്സവം അത് വളരെ മികച്ച രീതിയിൽ തന്നെ നടക്കും. അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. അല്ല, അത് ആരോഗ്യവകുപ്പിൻ്റെ എല്ലാവിധമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കം വേണ്ട. ഇന്നലെ നമ്മൾ ഇതിനോടകം തന്നെ ആളുകളെ DMOയോട് നിയോഗിക്കാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. അതിലൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അനാവശ്യമായിട്ടുള്ള ചില വാർത്തകൾ ഉണ്ടാക്കാൻ ആർക്കൊക്കെയോ താല്പര്യമുണ്ടെന്നാണ് കാണുന്നത്. മാധ്യമപ്രവർത്തകരെ അല്ല കേട്ടോ പറഞ്ഞത്. ഇതിൽ മാധ്യമപ്രവർത്തകരെ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർത്ത തന്ന് എന്തെങ്കിലും ഒരു അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവമല്ലേ നടക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ മക്കളല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. കേരളം മുഴുവൻ തലസ്ഥാന നഗരിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ സൃഷ്ടിക്കണമെന്ന് എവിടേക്കോ ആർക്കൊക്കെയോ താല്പര്യമുണ്ട്. ആകട്ടെ. പക്ഷേ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ നിലയിൽ നടക്കുകയും ചെയ്യും.